ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ ഫുഡി. താരതമ്യേന ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് ഓട്സ്. ഡയബറ്റിക്കും കൊളസ്ട്രോളും എല്ലാം കൺട്രോൾ ചെയ്യുന്നതിനായി നമ്മുടെ ഫുഡ് മെനുവിൽ ഓട്സ് ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. സാധാരണയായി പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഓട്സ് കാച്ചി കുടിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഓട്സ് വെച്ച് രുചികരമായൊരു വിഭവമാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ഓട്സ് പുലാവാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഓട്സ് പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു ബൗൾ ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഓട്സ് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം തളിച്ച് ഓട്സ് ഒന്ന് നനച്ചെടുക്കാം. നമ്മൾ ഈ പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ ഓട്സ് കുറച്ച് വെള്ളം തളിച്ച് നനച്ചെടുക്കണം. ഓട്സ് ഞാനിവിടെ നല്ലതുപോലെ നനച്ചു കഴിഞ്ഞു. നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകാം. ഞാനിവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഗ്രാമ്പും കറുവാപ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പേസ്റ്റ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി അരിഞ്ഞേ ഉള്ളൂ. ഇതിലേക്ക് ബീൻസ് അരിഞ്ഞ് ചേർക്കാം. ക്യാരറ്റ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും ഇതിന് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം, എല്ലാം ഇച്ചിരി ഉള്ളൂ, എന്തായാലും കുറച്ച് പച്ചക്കറി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടില്ല, പകരം അല്പം കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇന്ന് വേകാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളമാണ് പാടുള്ളൂ. ഇതൊന്ന് കുക്ക് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ നനച്ചു വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം. ഓട്സ് പുലാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും ഓട്സ് വെച്ചിട്ടുള്ള ഈ വിഭവം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ.